ഒരൊറ്റ ചോദ്യം മാത്രമാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ നിന്ന് എക്സാമിന് വരാറുള്ളത്. ആ ഒരൊറ്റ ചോദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും. ഒരു 3 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് കാണാൻ പറ്റുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. റെഡി ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒരു 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡ് ചോദിച്ചാൽ നിങ്ങൾ ഇതിങ്ങനെ എഴുതണം. ആൻഡ് 3 മാർക്കിന്റെ ഒരു ചോദ്യമായിരിക്കും 1 വേർഡ് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ 4 മാർക്കിന്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഇതാ: ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to f of x, x ആക്സിസ് ആൻഡ് x equal to a, x equal to b is given by. അതായത് ഞാൻ വെറുതെ ഒരു ആക്സിസ് ഒക്കെ വരച്ച് ഒരു കേവ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതാണ് എൻ്റെ കയ്യിലുള്ള കേവ്. ഇതിന്റെ പേര് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഒരു ഫംഗ്ഷനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക എഫ് ഓഫ് എക്സ് എന്നല്ലേ, y എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ, ഇവിടെ എയിലൊരു പോയിന്റ്, ഇവിടെ ബിയിലൊരു പോയിന്റ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ, എയും അതേപോലെ തന്നെ ബിയും. ഇതിന്റെ അണ്ടറിലുള്ള ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അപ്പോൾ ഇതാ. ആൻഡ് എക്സ് ആക്സിസ്, അപ്പോൾ ഇതാ. ആൻഡ് എക്സ് ഈക്വൽ ടു എ, അപ്പോൾ ഇതാ. എക്സ് ഈക്വൽ ടു ബി, അപ്പോൾ ഇതാ. ഇതെല്ലാം കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇതാ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ റീജിയനാണ്. ഇതിന്റെ ഏരിയ നമ്മൾ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഏരിയ അണ്ടർ ദിസ് കർവ് നമ്മൾ ഫൈൻഡ് ചെയ്യുക വളരെ സിമ്പിൾ ആണ്. എ മുതൽ ബി വരെയുള്ള റീജിയൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. ആരെയാ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? റീജിയൻ എന്ന് പറയുമ്പോൾ ആ കേവിനെയാണ്, ആ ഫംഗ്ഷനെയാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. വൈനെയാണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ ആയിട്ട് വരിക ഒന്നെങ്കിൽ ഇതാ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ എഴുതിയാൽ ആൻസർ കറക്റ്റാണ്. അല്ലെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സിന് പകരം വൈ എന്ന് കൊടുത്താലും കറക്റ്റാണ്. അപ്പോൾ വൈ ഡി എക്സ്. വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ ദ ടേം ഓഫ് എക്സ് ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് ആൻസർ വരിക. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ നോക്കി. എ ടു ബി വൈ ഡി എക്സ്. യെസ്, ദാ ഫസ്റ്റ് വൺ തന്നെ ഇതാണ് റൈറ്റ് ആയിട്ട് വരുന്നത്. ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. സിമ്പിൾ ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. നോക്കിക്കോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ്. വാല്യൂ മീൻസ് ഏരിയ കേട്ടോ. ഫൈൻഡ് the area of the region bounded by the curve y square equal to x and the line x equal to 1, x equal to 4 and x axis. എടാ y square equal to x, y square equal to 4x എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതേതാ ഷേപ്പ് എന്നൊന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ദിസ് ഈസ് എ പാരബോള. റെഡി? അപ്പോൾ ഈ ഷേപ്പ് ഞാൻ വെറുതെ ഒന്ന് വരയ്ക്കാൻ പോവാണ്. എക്സ് ആക്സിസ് വരച്ചിട്ടുണ്ട്, ഇതാ എക്സ് ആക്സും വൈ ആക്സും ഒക്കെ വരച്ചിട്ടുണ്ട്. എക്സ് വരച്ചു, വൈ വരച്ചു, പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഈ കേവ് വരിക ആക്ച്വലി ഇതാ ഇങ്ങനെയാണ്. ഇങ്ങനെ വരുന്നൊരു കേവായത്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ലാതെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു 4x. ഇതെങ്ങനെയാ? റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് എക്സ് ആക്സിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന പാരബോളയാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഇടുന്നുണ്ട്. എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഇടുന്നുണ്ട്. സോ 1ഉം 4. അപ്പോൾ ഇതാ നോക്ക്, എക്സ് ഈക്വൽ ടു 1 ഏകദേശം ഇങ്ങനെയല്ലേ വരിക. എക്സ് ഈക്വൽ ടു 4 ആ ലൈൻ ഏകദേശം ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇത് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആൻഡ് തീർന്നിട്ടില്ല. ആര് കൂടി ഉണ്ട്? എക്സ് ആക്സിസ് കൂടി ഉണ്ട്. ഓക്കെ, എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ പോകുന്നത് അല്ലേ. അപ്പോൾ എക്സ് ആക്സിസ് ഈ കേവിന്റെ ഇക്വേഷൻ എന്താ? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. നമ്മൾ എപ്പോഴും വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാവണോ എന്നാണ് പറഞ്ഞത് ഫംഗ്ഷൻ. അങ്ങനെയാണ് വൈയുടെ ടേമിൽ ഇതാണെങ്കിൽ എങ്ങനെ വരിക? എക്സ് സ്ക്വയർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ റൂട്ട് എക്സ്. അപ്പോൾ വൈ ഈക്വൽ ടു റൂട്ട് എക്സ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ഇതാണ്. ഇതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ റീജിയന്റെ ഏരിയ ആണ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ നോക്കടാ. y ഈക്വൽ ടു റൂട്ട് എക്സ്. ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ, നിങ്ങളുടെ എഫ് ഓഫ് എക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻ റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ എവിടെ മുതൽ എവിടെ വരെ? 1 മുതൽ 4 വരെ. ആരാ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ്. നിങ്ങളുടെ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഫംഗ്ഷൻ എന്താ? നിങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൂട്ട് എക്സ്. റൂട്ട് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താ? 2/3 x raised to 3/2. നോക്കിക്കേ, 1 to 4 ആൻഡ് 2/3 കോൺസ്റ്റന്റ് ആണ്. 2/3 കോൺസ്റ്റന്റ് നിങ്ങൾ എക്സിന് പകരം 4 കൊടുക്കുക. 4 raised to 3/2 മൈനസ് 1 raised to 3/2. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കണ്ടേ? അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്താ വരിക നോക്കാം. ഈക്വൽ ടു 2/3. 4 raised to 3/2 ആണ്. ഞാൻ 4 raised to 1/2 ഓൾ ക്യൂബ് എന്ന് എഴുതി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. a raised to m ഓൾ raised to n ആണ്. a raised to mn. അതേപോലെ തന്നെ 1 raised to 3/2. 1ന്റെ പവറിൽ ഏത് നമ്പർ വന്നാലും 1 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല. 4 raised to 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് 4 ആണ്. ഓക്കെ, അപ്പോൾ റൂട്ട് 4ന്റെ വാല്യൂ എന്താ? 2 അല്ലേ. അപ്പോൾ റൂട്ട് 4 ഓൾ ക്യൂബ് മൈനസ് 1 എന്നാണ്. എടാ റൂട്ട് 4ന്റെ വാല്യൂ എന്താ? റൂട്ട് 4 2. അപ്പോൾ 2 ക്യൂബ് മൈനസ് 1 ആണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 2/3 ഇൻറ്റു 8 മൈനസ് 1. 8 മൈനസ് 1 7 ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? 7 ഇൻറ്റു 2 14. 14/3 സ്ക്വയർ യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 9 എന്ന് പറയുന്നത് റേഡിയസിന്റെ സ്ക്വയർ ആയിരിക്കും.
അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് സെന്റർ 0 0യും റേഡിയസ് 6ഉമായിട്ടുള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പൊ ഇത് റേഡിയസിന്റെ സ്ക്വയർ ആണ് എന്ത് 9. അതായത് റേഡിയസ് എന്ന് പറയുന്നത് 9ന്റെ റൂട്ട് 3 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സർക്കിൾ എങ്ങനെയാ വരിക? സർക്കിൾ വരിക ഏകദേശം ഇങ്ങനെയാ. ഞാനൊരു സർക്കിൾ വെറുതെ വരയ്ക്കുന്നുണ്ട്. ഇത് എലിപ്സ് ആയി പോയി അല്ലേ? സോ ദാ നോക്ക്, ഒരു സർക്കിൾ വളരെ അടിപൊളിയായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ സർക്കിൾ ആക്ച്വലി വരിക ഇങ്ങനെയാ. ഇതാ നോക്കിക്കോ, കൃത്യമായിട്ട് നോക്കിക്കോ, സർക്കിൾ ഇങ്ങനെ വരിക. അങ്ങനെയാണ് ഈ പോയിന്റ് എന്താ സാറേ? ഇത് സെന്ററാ, 0 0. ഇങ്ങനെ തരുന്ന ഏത് സർക്കിളിന്റെ ഇക്വേഷനും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഫോമിലാണെങ്കിൽ സെന്റർ 0 0 ആയിരിക്കും. റേഡിയസിന്റെ സ്ക്വയർ ആണ് റൈറ്റ് സൈഡ് കൊടുക്കുക. അപ്പൊ റേഡിയസിന്റെ സ്ക്വയർ എന്താ? 9. റേഡിയസ് 3 ആ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്താ? 3 ആണ്. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ 3 0 ആണ്. അതായത് എക്സ് ആക്സിൽ മാർക്ക് ചെയ്യാണ്, ഇവിടെ 3 ആ മാർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏരിയ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്നറിയോ? ഈ എക്സ് ആക്സിലെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഈ ഒരു പോർഷൻ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 തുല്യ കഷണങ്ങളല്ലേ ഉള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യവും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 9ന് പകരം വേറെ ഏത് വന്നാലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ശ്രദ്ധിച്ചോ, ഒരു പ്രശ്നവുമില്ല. ആൻഡ് ഇതിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 അല്ലെങ്കിൽ 3 സ്ക്വയർ എന്നാ. 3 സ്ക്വയർ. അപ്പൊ നമുക്ക് എപ്പോഴും വൈയുടെ ടേമിൽ വേണം. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അതായത് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വൈ അല്ലെങ്കിൽ എന്താടാ? എഫ് ഓഫ് എക്സ് ഓർ വൈ. ഇതാണ് ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ. റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ കേവ്. അപ്പൊ ആ കേവിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എവിടെ മുതൽ എവിടെ വരെ? 0 അല്ലേ ഇവിടെ ഉള്ളത്, ഇവിടെ 3 അല്ലേ ഉള്ളത്. അപ്പൊ ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റാണ് ഞാൻ ചെയ്യുന്നത്. അതിന് മുമ്പ് ഒരു ഇക്വേഷനും കൂടി ഞാൻ എഴുതി തരാം. ആ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾ ഇത് ഇന്റഗ്രൽ പഠിക്കുന്നതാണ്. ഇന്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x/2 റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a. ഇതാണ് നിങ്ങളുടെ അതിന്റെ ആൻസർ. പ്ലസ് സി വരും. ആൻഡ് ഇത് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ എന്ത് വരൂല? സി വരൂല. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ആൻഡ് അടുത്ത എലിപ്സിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അതും ചെയ്യുന്നത്. അങ്ങനെയാണ് നോക്കടാ, നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ ആണ് നിങ്ങൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഈക്വൽ ടു നോക്കിക്കോ, എവിടെ മുതൽ എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? 0 മുതൽ 3 വരെ. 0 to 3 എന്താ നിങ്ങളുടെ ഫംഗ്ഷൻ? റൂട്ട് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതിനാണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫംഗ്ഷൻ ഫംഗ്ഷൻ വേണമെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് ചെയ്താൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ നിങ്ങളുടെ ഫംഗ്ഷൻ, അപ്പൊ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക 0 to 3. നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താ? റൂട്ട് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പൊ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇവിടെ കാണുന്ന ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സാർ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട. അപ്പൊ ഏത് ഫോമില? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതിന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക എന്താ? x/2 ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ അല്ലേ. അപ്പൊ 3 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എടാ എ ആയിട്ടുള്ളത് എന്താ? എ സ്ക്വയർ 3 സ്ക്വയർ ആണെങ്കിൽ എ 3 അല്ലേ. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി കൊടുക്കണോ? വേണ്ട, നിങ്ങൾ ആ ലിമിറ്റ് കൊടുത്താൽ മതി. ലിമിറ്റ് എന്താ? 0 മുതൽ 3 വരെ. അങ്ങനെയാണ് ഫസ്റ്റ് നിങ്ങൾ അപ്പർ ലിമിറ്റ് കൊടുത്തേ. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരിക. എക്സിനുള്ളിടത്തൊക്കെ 3 കൊടുക്കുക. അപ്പൊ 3/2 റൂട്ട് 3 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ബൈ 2 അതായത് 9/2 സൈൻ ഇൻവേഴ്സ് 3/3. ഇതാണ് അപ്പർ ലിമിറ്റ് കൊടുത്തപ്പം കിട്ടിയത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താലുള്ള വാല്യൂ മൈനസ് ചെയ്യുക. ഇവിടെ ലോവർ ലിമിറ്റ് നിങ്ങൾ ഇവിടെ എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സിന് 0 കൊടുത്തിട്ടുണ്ട്. 0/2 ദിസ് ടേം 0 ആയി പോലെ. അപ്പൊ 0 എന്ന് എഴുതിയാൽ മതി. പ്ലസ് അടുത്ത ടേമിൽ ഇവിടെ 0 കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് 0/3 സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 0 എന്താ? 0. അപ്പൊ ഈ ടേം 0 ആയി പോകും. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതും 0 ആയി പോകും. അപ്പൊ ഇവിടെയും 0 കൊടുത്താൽ മതി. വെറുതെ നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതണ്ട. ഇനി ശ്രദ്ധിച്ചോ, 3 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ അതെന്താ? 0. അപ്പൊ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇതും 0 ആയി പോകില്ലേ. അപ്പൊ അതും എഴുതണ്ട. അപ്പൊ നിങ്ങളുടെ ആൻസറിൽ ഇപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. 9/2 സൈൻ ഇൻവേഴ്സ് 3/3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? 1 ശരിയല്ലേ. അപ്പൊ ഇത് മാത്രം മതി നമുക്ക്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 സൈൻ 1 ആവും എപ്പോഴാ? π/2. അപ്പൊ 9/2 ഇൻറ്റു സൈൻ 1 ആകുന്നത് π/2. ഇതാണ് ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സർക്കിൾ അതായത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് 9π/4 ആൻഡ് ഏരിയ ഓഫ് സർക്കിൾ ആണ് നമുക്ക് വേണ്ടത്. സർക്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നാല് കഷണത്തിൻ്റെതും
മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഒന്നിൻ്റെത് 9/4 ആണ്. അപ്പോൾ അതാ ഇനി സിമ്പിളാ, ഈസിയാ. ഈ 4ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 9π സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും ആ സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം നോക്ക്, ഇതും അതേപോലെ തന്നെയാണ്. യൂസിങ് ദ മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി എലിപ്സ്. ഇവിടെ വരുന്നത് എലിപ്സാ. അപ്പോൾ എലിപ്സ് ആണെങ്കിൽ സാർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയറും ബി സ്ക്വയറും ഡിനോമിനേറ്ററിൽ വരുന്നതാ. വലുത് ഏതാണോ അത് എ സ്ക്വയറാ. അപ്പോൾ എ സ്ക്വയർ ആയിട്ട് ഇവിടെ വലുതുള്ളത് ഏതാ? 16 എ സ്ക്വയർ 16 ആണെങ്കിൽ എന്റെ വാല്യൂ എന്താ? 4 ബി സ്ക്വയർ ചെറുതാണ്, അപ്പോൾ ബി സ്ക്വയർ 9 ആണ്. അങ്ങനെയാണ് ബിന്റെ വാല്യൂ എന്താ? ബിന്റെ വാല്യൂ 3 അപ്പോൾ നിങ്ങളുടെ എലിപ്സ് വരിക ഇങ്ങനെയാണ്. എലിപ്സ് വരിക ഇങ്ങനെയാണ്, പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് എലിപ്സ്. അതെങ്ങനെ അതാണെന്ന് മനസ്സിലായത്? എടാ വലുത് എ സ്ക്വയർ അല്ലേ, എ സ്ക്വയർ ഉള്ളത് എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്ററിലല്ലേ. എ സ്ക്വയർ ഉള്ളത് ഇവിടെ എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്ററിൽ, അതായത് വലുത് ഏതിന്റെ ഡിനോമിനേറ്ററിലായിട്ട് ആണ് വരുന്നത് നോക്കുക. എക്സ് സ്ക്വയറിൻ്റെതാണെങ്കിൽ എക്സ് ആണ് മേജർ ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിലായിരിക്കും വലിയ ഇങ്ങനെയുള്ള ഭാഗം ഉണ്ടാകുക. വിച്ച് മീൻസ് നിങ്ങൾ ഇതാ ഇവിടെയാണ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിപ്പോൾ നേരെ തല തിരിച്ചാണെങ്കിലോ 9/16 ആണെങ്കിലോ, സോറി ഇവിടെ 9ഉം ഇവിടെ 16ഉം ആണ് വരുന്നതെങ്കിലോ ഇങ്ങനെയായിരുന്നു എലിപ്സ് വരിക. അപ്പോൾ ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. വലുത് എവിടെയാണോ വരുന്നത് നോക്കിയിട്ട് എന്നിട്ടാണ് നിങ്ങൾ അതിന്റെ മേജർ ആക്സിസ് ഡിറ്റർമൈൻ ചെയ്യുക. മേജർ ആക്സിസ് ഏതാണോ അതിന്റെ എൻഡ് പോയിന്റ്സ് ആയിരിക്കും ഇവിടെ വരുന്ന ഈ വലിയ കോർഡിനേറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ എ ആ കൊടുക്കുക, എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4, ചെറുതിനപ്പോൾ നമ്മൾ കൊടുക്കുക എന്താ? 3. നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഇതാ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഏരിയൻ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇൻറ്റു 4 ചെയ്യുക, എലിപ്സിന്റെ ഏരിയ കിട്ടും. അപ്പോൾ ഈ ഫംഗ്ഷൻ ആദ്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കണ്ടേ. ഇത് നമുക്ക് y എന്ന് പറഞ്ഞ ടേമിൽ എഴുതണ്ടേ. നോക്ക് എന്താ നിങ്ങളുടെ ഫംഗ്ഷൻ? x²/16 പ്ലസ് y²/9 ഈസ് ഈക്വൽ ടു 1. ഇത് y എന്ന് പറഞ്ഞ ടേമിൽ എഴുതിയാൽ ഈ x²/16 അങ്ങോട്ട് പോകുന്നു. അപ്പോൾ y²/9 ഈസ് ഈക്വൽ ടു 1 മൈനസ് x²/16. അപ്പോൾ നമുക്ക് y² ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 16 മൈനസ് x²/16 ഉണ്ട്. ഈ ബൈ 9 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 9 വരും. അങ്ങനെയാണ് വൈൻ്റെ വാല്യൂ എന്താ? y ഈക്വൽ ടു റൂട്ട് ഓഫ് 9/16 ഇൻറ്റു 16 മൈനസ് x². അതായത് 16 ഇൻറ്റു 16 മൈനസ് x². എടാ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, 9ന്റെ റൂട്ട് എന്താ? 3. അപ്പോൾ 3/4. 16ന്റെ റൂട്ട് 4 റൂട്ട് ഓഫ് ആ 16 ആക്ച്വലി എനിക്ക് 4² എന്ന് എഴുതിക്കൂടെ. അപ്പോൾ 4² മൈനസ് x². ഇതാണ് എന്ത്? നമ്മുടെ ഫംഗ്ഷൻ. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ y ഓർ f(x) ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. 3/4 റൂട്ട് 4² മൈനസ് x². അപ്പോൾ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ എവിടെ മുതലാ? ഇത് സെൻറ്റർ ആയിരിക്കും എന്തായാലും. 0 മുതൽ 4 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ദാ ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കണേ, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, സോറി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ എന്ന് പറഞ്ഞാൽ 0 മുതൽ എവിടെ വരെ ചെയ്യണം? 4 വരെ. അപ്പോൾ 0 to 4. എടാ എന്താ ഫംഗ്ഷന്? 3/4 റൂട്ട് 4² മൈനസ് x² dx. 3/4 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ റൂട്ട് 4² മൈനസ് x² മാത്രമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. റൂട്ട് ഓഫ് 4² മൈനസ് x² dx. ആൻഡ് നിങ്ങളുടെ ലിമിറ്റ് 0 to 4. ഇന്റഗ്രേറ്റ് ചെയ്യും മക്കളെ. 3/4. എടാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്താ വരിക? x/2. റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ? റൂട്ട് a² മൈനസ് x², 4² മൈനസ് x² പ്ലസ് a²/2, 4²/2 സൈൻ ഇൻവേഴ്സ് x/a. സൈൻ ഇൻവേഴ്സ് x/a എന്ന് പറഞ്ഞാൽ എന്താ? അതാ ഇവിടെ നോക്ക്, a² മൈനസ് x². അപ്പോൾ a എന്ന് പറഞ്ഞാൽ എന്താ? 4. അപ്പോൾ x/4. പിന്നെ നിങ്ങൾ ലിമിറ്റ് കൊടുക്കുക 0 to 4. ഓക്കെ, പ്ലസ് യു ആണോ? വേണ്ട. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ 3/4. നിങ്ങൾ ആദ്യം എക്സിന് പകരം 4 കൊടുക്കുമ്പോൾ 4/2 റൂട്ട് 4² മൈനസ് 4² എന്ന് വരും. അത് 0 ആയി പോകും. പ്ലസ് 4²/2 16/2 8. അപ്പോൾ 8 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം 4 കൊടുത്താൽ 4/4 വരും. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്തതിൽ മൈനസ് 0 കൊടുക്കുമ്പോൾ എന്തായാലും അത് രണ്ടും 0 ആയി പോകും. ഞാൻ നേരത്തെയും പറഞ്ഞു, കൊടുക്കേണ്ട ആവശ്യമല്ല. ആൻസർ 3/4. ഈ ടേമും എന്തായി പോകും? ഇതും എന്തായി പോകും? 0 ആയി പോകില്ലേ. അപ്പോൾ എഴുതണമെന്നില്ലടാ, നിർബന്ധമല്ല. അപ്പോൾ ഇതാ നോക്ക്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3/4 ഇൻറ്റു 8 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2. അപ്പോൾ നിങ്ങളുടെ ആൻസർ 3 ഇൻറ്റു 8 ഇൻറ്റു ഒരു /4 ഉണ്ടല്ലേ, /4 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താ? π/2. സോ ഒന്നുകൂടി അടിപൊളി ആക്കിയിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റു 8 എന്താ? 24. 24 π/4 ഇൻറ്റു 2 എന്താ? 6. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇത് എന്തിൻ്റെതാ? ഇതൊരൊറ്റ ഒന്നിൻ്റെതാ. ആൻഡ് നമുക്ക് വേണ്ടത് എന്താ? 4 എണ്ണത്തിൻ്റെതല്ലേ. അപ്പോൾ 4 എണ്ണത്തിൻ്റെത് കൃത്യമായിട്ട് നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. 4 ഇൻറ്റു 20, സോറി 4 6 അല്ല കേട്ടോ, 8 കേട്ടോ. 24
ബൈ 8π. അപ്പോൾ 4 എണ്ണത്തിൻ്റെത് കൂടി വെച്ചാലേ നമുക്ക് എലിപ്സിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ദാ സംഭവം സിമ്പിളാണ്. ഏരിയ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 കൊണ്ട് ആ 25/8 അത് 3 സംഭവം. അപ്പോൾ 25/8π മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സിമ്പിളാണ്. 4ഉം 8ഉമാണ് ഷോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 24/8 എന്ന് പറഞ്ഞാൽ 3 അല്ലേ, അപ്പോൾ 4 × 3π. സോ ആൻസർ വിൽ ബി 12π സ്ക്വയർ യൂണിറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ എലിപ്സിൻ്റെ ഏരിയ എന്താടാ? 12π സ്ക്വയർ യൂണിറ്റ്. സംഭവം സിമ്പിളാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ കാര്യവും കൃത്യമായിട്ട് ഈ പ്രോബ്ലം അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. എലിപ്സ് എന്ന് വരാൻ ചാൻസ് ഉള്ള 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടിപൊളിയായിട്ട് പഠിച്ചു വെക്കല്ലോ. വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.